അപ്പൊ എല്ലാവർക്കും വലിയ നമസ്കാരം. ഗുഡ് മോർണിംഗ്. എന്നെ ചിലർ അറിയാത്തവരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പേര് ഈ കാണുന്ന പോലെ തന്നെ, എൻ്റെ സൈസ് പോലെ തന്നെ ബേബി എന്നാണ് പേര്. ചാലക്കുടിയിലാണ് വീട്. ഒരു ഹോബി വേണമെന്ന് വെച്ചപ്പോൾ തുടങ്ങിയതാണ്. അങ്ങനെ അബദ്ധത്തിൽ ചെന്ന് ചാടി. ഇപ്പോ അത് കൊണ്ട് നടക്കാം. അപ്പൊ അതിൽ വന്ന് പെട്ടത് ഒരു പേഴ്സണാലിറ്റി ആയിപ്പോയി. കാരണം ഞാൻ 1980s പഠിക്കുന്ന കാലഘട്ടത്ത് റഷ്യയുടെ ഒരു ഗാന്ധി സ്റ്റാമ്പ് കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഗാന്ധിയുടെ സ്റ്റാമ്പ് എന്തിനാ കമ്മ്യൂണിസ്റ്റ് റഷ്യ ഇറക്കിയിരിക്കുന്നതെന്നൊരു സംശയം. അങ്ങനെ ആ സ്റ്റാമ്പ് ഞാൻ ആ റഷ്യൻ ബുക്ക് സ്റ്റാളിൽ കണ്ടാറുണ്ട്. റഷ്യൻ ബുക്ക് സ്റ്റാളിൽ ഇത് ഉള്ള ആളോട് ചോദിച്ചു, ഇത് ഒറിജിനൽ സാധനമാണോ എന്ന് ചോദിച്ചു. അപ്പൊ ആള് പറഞ്ഞു, ഇത് റഷ്യയുടെ ബുക്ക് സ്റ്റാളാണ്, അല്ലാതെ ഞങ്ങൾ നടത്തുന്ന ബുക്ക് സ്റ്റാൾ അല്ല. ഇവിടെ റഷ്യയുടെ സാധനങ്ങൾ ഒറിജിനൽസ് മാത്രമേ വിൽക്കൂ, പുസ്തകങ്ങളായാലും എന്ത് ആർട്ടിക്കിളായാലും. അപ്പൊ അത് പല സ്റ്റാമ്പിന്റെ ഉള്ളിലാണ് ഈ ഗാന്ധിയുടെ പിക്ചർ ഉള്ളത് കാണുന്നത്. അത് 1969 ഇറക്കിയ സ്റ്റാമ്പായിരുന്നു. അപ്പൊ എനിക്കൊരു കൗതുകം തോന്നി, ഇദ്ദേഹത്തെ പറ്റി കമ്മ്യൂണിസ്റ്റ് റഷ്യ ഇറക്കിയിരിക്കുകയും ആശയങ്ങൾ തമ്മിൽ ചേരാൻ വഴിയില്ലല്ലോ. അങ്ങനെ ഞാൻ അതങ്ങനെ സ്റ്റാമ്പ് കളക്ഷനൊക്കെ ആയിട്ട് തുടർന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ സ്റ്റാമ്പുകളുടെ എണ്ണമൊക്കെ കൂടി, ഇതൊരു ഭാരമായി, ആൽബങ്ങൾ കുറേ ആയി. പിന്നീട് ക്ലബുകളിൽ വന്ന് പെട്ടപ്പോഴാണ് മനസ്സിലായ, ഇത് ഇങ്ങനെയല്ല ഇതിന്റെ വകുപ്പ്, കളക്ഷൻ ഈ രീതിയിലല്ല വേണ്ടത്. അങ്ങനെ സ്റ്റാമ്പുകളുടെ എണ്ണം കൂടി ഇപ്പോൾ എനിക്ക് ഭാരമായി. അപ്പൊ ക്ലബുകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടപ്പോഴാണ് മനസ്സിലായ, ഇത് വലിയൊരു ലോകമാണ് ഫിലാറ്റലി ആൻഡ് ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറയുന്ന സാധനം. അങ്ങനെ ഫൈനലി ഞാനൊരു തീം എടുക്കാൻ കരുതി, തീമാറ്റിക് കളക്ഷൻ എന്ന് പറഞ്ഞ പോലെ. അങ്ങനെ എടുത്തപ്പോൾ കണ്ടതാണ് ഈ തലയിൽ വന്ന ഒരു ഇതാണ് നമ്മുടെ ഇന്ത്യൻ പേഴ്സണാലിറ്റി. ഇന്ത്യയിലെ എല്ലാവരും അറിയുന്ന ഒരാള്, ചെറുപ്പം മുതൽ ജയ്യൊക്കെ വിളിച്ച് നടന്ന, ഗാന്ധിജിക്ക് ജയ് എന്നൊക്കെ വിളിച്ചത് ഓർക്കണ്ട് സ്കൂളിൽ, പ്രൈമറി സ്കൂളിലൊക്കെ. അത് വെച്ചിട്ട് ഞാൻ അദ്ദേഹത്തെ ചൂസ് ചെയ്യാം. കാരണം എന്താന്ന് വെച്ചാൽ ഒറ്റ സിമ്പിൾ കാരണമാണ്, കൂടുതൽ പൈസ മുടക്കണ്ട, കൂടുതൽ ഭാരം ഉണ്ടാവില്ല. അപ്പൊ സൗകര്യമായിട്ടൊരു ചെറിയ കളക്ഷൻ കൊണ്ട് നടക്കാം. അപ്പൊ അധികം കളക്ട് ചെയ്യാനും ഉണ്ടാവില്ല എന്നായിരുന്നു എൻ്റെ അന്നത്തെ അറിവ്. പിന്നീട് ഞാൻ കളക്ട് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായ സംഗതി കുറച്ച് അധികം ഉണ്ട് എന്നുള്ളത്. അപ്പൊ ആദ്യം സ്റ്റാമ്പിലായിരുന്നു തുടക്കം, പിന്നെ അത് പതുക്കെ കോയിനിലേക്ക് വന്നു, പിന്നെ അത് കറൻസിയിലേക്കും കയറി. കാരണം ഈ 3 ഫീൽഡിലും മഹാത്മാഗാന്ധി ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ. അപ്പോ സ്റ്റാമ്പുകളുടെ ഈ റഷ്യയുടെ സ്റ്റാമ്പിന്റെ പുറകെ വേറെയും രാജ്യങ്ങളിലെ കാണുന്നു. അപ്പൊ എനിക്ക് കൗതുകം കൂടി, ഇദ്ദേഹം ഇത്രയും പോപ്പുലർ ആണോ? അങ്ങനെ ഞാൻ സ്റ്റാമ്പ് കളക്ഷൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞ് ഇപ്പൊ കോയിൻ കളക്ഷൻ തുടങ്ങാന്ന് വെച്ചു. അപ്പൊ വിദേശത്ത് ഗാന്ധിയെ പറ്റി ഒരു കോയിൻ ഇറക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ വിദേശത്ത് കോയിൻ ഇറക്കിയെന്ന് പിന്നീട് കാറ്റലോഗിൽ കണ്ടപ്പോഴാണ്, ഇദ്ദേഹത്തെ പറ്റി കോയിനും ഇറക്കിയിട്ടുണ്ട്, അതും വില കൂടിയ മെറ്റലിലും ഇറക്കിയിട്ടുണ്ടെന്ന്. അപ്പൊ എനിക്ക് മടിയായി. കാരണം ഈ ഗോൾഡ് സാധനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാലോ, വില കുറവാണല്ലോ മൊത്തത്തിൽ, ഇപ്പോഴും അങ്ങനെയാണല്ലോ. അത് കാരണം ഒരു മടിയില്ലായിരുന്നു. എന്നാലും അധികം ഉണ്ടാവില്ലല്ലോ എന്ന് വെച്ച് തുടങ്ങി. അപ്പൊ സ്റ്റാമ്പ്സ് കുറെ അങ്ങ് ആയി. അപ്പൊ ആ ചരിത്രത്തിലേക്ക് വന്നപ്പോഴാണ് മനസ്സിലായ 1948 അപ്പൊ ആ ചരിത്രത്തിൽ കൂടെ വരികയാണെങ്കിൽ നമുക്ക് കോയിനിലെത്താൻ എളുപ്പമുണ്ട്. 1948 ആദ്യത്തെ നമ്മുടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ 4 സ്റ്റാമ്പ് പുറത്തിറക്കി ഇന്ത്യ. അത് 4ഉം സ്വിറ്റ്സർലൻഡിൽ അടിച്ചതായിരുന്നു. 1 അണ, 3 അണ, 12 അണ, 10 രൂപ. അന്ന് 10 രൂപ എന്ന് പറയുമ്പോൾ അത്യാവശ്യം വിലയുള്ള ഒരു സാധനമാണ്. എങ്കിൽ തന്നെ പലരും അത് അന്ന് തന്നെ കയ്യിലാക്കി വെച്ചിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. ആ 4 സ്റ്റാമ്പാണ് ആകെ കൂടി ലോകത്തിൽ ഇറങ്ങിയ ആദ്യത്തെ മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള സ്റ്റാമ്പ്സ്. അതിനുശേഷം 48 കഴിഞ്ഞ് 58 കഴിഞ്ഞ് 61 എത്തിയപ്പോഴാണ് ഇന്ത്യ ഇറക്കിയില്ല, വിദേശ രാജ്യം മഹാത്മാഗാന്ധിയുടെ ഒരു സ്റ്റാമ്പ് ഇറക്കി. ഒരെണ്ണല്ല, 2 എണ്ണം. അത് USA ആയിരുന്നു. 1961 ചാമ്പ്യൻ ഓഫ് ലിബർട്ടി എന്നും പറഞ്ഞിട്ട് അത് ഇറക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 6 കൊല്ലം കഴിഞ്ഞപ്പോൾ റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഒരു
സ്റ്റാമ്പ് ഇറക്കി. 67 കഴിഞ്ഞ് 68-ലും വലിയ അനക്കൊന്നുമില്ല. 69-ൽ വന്നപ്പോ ഗാന്ധിജിയുടെ സെന്റിനറി ആയി. അപ്പോൾ കുറച്ച് രാജ്യങ്ങൾ ഇറക്കി, ഏകദേശം ഒരു 40ഓളം രാജ്യങ്ങൾ സ്റ്റാമ്പ്സ് ഇറക്കി. അതിൻ്റെ കൂട്ടത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ കോയിൻസും 4 ഇറക്കി. 50 പൈസ, 1 രൂപ, പിന്നെ 20 പൈസ, 10 രൂപ. 10 രൂപയുടെ 85% സിൽവർ ആയിട്ടുള്ള കോയിൻ ഇറക്കി. അന്ന് അത് സർക്കുലേഷനിൽ പോണ സാധനം. അന്ന് ആ 4 കോയിനാണ് ആദ്യമായിട്ട് ലോകത്തിൽ ആളുടെ പേരിൽ ഇറങ്ങിയത്. അപ്പോഴും വിദേശ രാജ്യങ്ങൾ ആരും ഇറക്കിയിട്ടില്ല. പിന്നീട് ആ സെന്റിനറിയുടെ ഭാഗമായിട്ട് 1970-ല്, സെന്റിനറിയുടെ ഭാഗം തന്നെയാണ്, ഇക്വറ്റോറിയൽ ഗുനിയ, ആഫ്രിക്കൻ കൺട്രി, അവര് 2 കോയിൻ ഇറക്കി. ഒന്ന് സിൽവറിലും ഒന്ന് ഗോൾഡിലും. സിൽവറിൽ ഇറക്കിയത് എനിക്ക് ചില ഫിഗേഴ്സ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ ചിത്രങ്ങൾ കൊണ്ടുവരാനോ അല്ലെങ്കിൽ സാധനം ഒറിജിനൽ കൊണ്ടുവരാനോ എനിക്ക് പറ്റിയില്ല. അത് നമുക്ക് പിന്നെ ആവാം. അന്ന് 75 പെസത്താസ് എന്നാണ് ഞാനൊക്കെ വായിക്കുക അവരുടെ ഡിനോമിനേഷൻ്റെ പേര്. അതൊരു 15 ഗ്രാംസിൽ ഒരു സിൽവർ ഇറക്കിയവർ. അതോടൊപ്പം തന്നെ 500 പെസത്താസിൻ്റെ 7.05 ഗ്രാമിൽ ഗോൾഡ് ഇറക്കി. അങ്ങനെ 1917-ലാണ് ആദ്യമായിട്ട് വിദേശത്ത് ഒരു ഗാന്ധിയൻ കോയിൻ പുറത്തിറക്കുന്നത്, 2. പക്ഷെ ആ ഒരു രാജ്യം മാത്രമല്ല, ഇന്നൊരു ഡെഡ് കൺട്രി ആയിരിക്കുന്ന അജ്മനും, ഇറ്റ്സ് എ പാർട്ട് ഓഫ് UAE now. അജ്മനും അന്ന് ഇറക്കി അതേപോലെ തന്നെ ഒരു സിൽവറും ഒരു ഗോൾഡും. അത് 5 റിയാലിൻ്റെ 15 ഗ്രാംസിൻ്റെ ഒരു സിൽവറും 25 റിയാൽസിൻ്റെ 5.175 ഗ്രാമിൻ്റെ ഗോൾഡാണ് ഇറക്കിയത്. ഈ 2 കോയിനും മറ്റേ ഇക്വറ്റോറിയൽ ഗുണിയയുടെ 2 കോയിനും കൂടി 4 എണ്ണാണ് ആ കൂടി 2 കൺട്രി ആയിട്ട് സെന്റിന്ന് ഇറക്കി. ഇന്ത്യക്ക് പുറമെ 2 രാജ്യങ്ങൾ ഇറക്കിയത്. പിന്നെ ഇന്ത്യ അധികം അനങ്ങിയിട്ടില്ല, വിദേശങ്ങളും അധികം അനങ്ങിയിട്ടില്ല. 1994 എത്തിയപ്പോ യുനെസ്കോ, അവർക്ക് പിന്നെ കോയിൻ ഇറക്കാനുള്ള അധികാരം ഇല്ലാത്തതുകൊണ്ട്, UN-ന്റെ പാർട്ടാണല്ലോ, കോയിൻ ഇറക്കാൻ വകുപ്പില്ലാത്തതുകൊണ്ട് UN-ന് കോയിൻ ഇല്ല, പക്ഷെ സ്റ്റാമ്പ് ഉണ്ടല്ലോ. അവരെന്ത് ചെയ്തു, യുനെസ്കോ ഒരു പ്രഷ്യസ് മെഡൽ ഇറക്കി. ഗാന്ധിജിയുടെ 125th ആനിവേഴ്സറിക്ക്, ബർത്ത് ആനിവേഴ്സറിക്ക് ബ്രോൺസിൽ ഏകദേശം ഒരു 165 ഗ്രാമുള്ള ഒരു ബ്രോൺസിൽ ഒരു ഓഡ് ഷേപ്പിലാണ് ഇറക്കിയിരിക്കുന്നത്. അതേ ഷേപ്പിൽ തന്നെ സിൽവറിലും ഒരു 60 ഗ്രാമോളം ഏകദേശം വെള്ളിയിലുള്ള ഒരു മെഡാലിയനും ഇറക്കി. അങ്ങനെ 2 മെഡാലിയൻസ് അവിടെ ഇറങ്ങിയിട്ടുണ്ട് അതിനിടയ്ക്ക്. അതിനുശേഷം സൗത്ത് ആഫ്രിക്കയില് പീറ്റർ മറിറ്റ്സ്ബർഗില് അദ്ദേഹത്തെ ട്രെയിനിൽ നിന്ന് തട്ടിയിട്ട സ്ഥലമുണ്ട്, തൊട്ടിപ്പുറത്താക്കിയ സ്ഥലം. അപ്പം അന്നത്തെ ഗവൺമെന്റിന് കോയിൻ ഇറക്കാനുള്ള ആ സമ്മതം കിട്ടാത്തതിൻ്റെ പുറത്ത് അവർ 2 പ്രഷ്യസ് മെഡാലിയൻസ് ഇറക്കി. ഒരു 1 ounce ഗോൾഡിലും 1 ounce സിൽവറിലും. അങ്ങനെ 2 മെഡാലിയൻസ് അന്ന് അവരുടെ പേര് വെച്ച് തന്നെ അതിൻ്റെ ഇൻസിഡന്റ് എഴുതിയിട്ട് തന്നെ ഇറക്കിയിട്ടുണ്ട്. പീറ്റർ മറിറ്റ്സ്ബർഗ് ഇൻസിഡന്റ് എന്നും പറഞ്ഞിട്ട് 100ാം വാർഷികത്തിന്. അത് 2 മെഡാലിയൻസാ. ഇതാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങിയ 2 എടുക്കുന്നത്. അത് കോയിൻസ് അല്ല. അതിനുശേഷം 1997 എത്തിയപ്പോൾ ലൈബീരിയ, ആഫ്രിക്കൻ കൺട്രി, അവര് ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസിന്റെ 50ാം വാർഷികത്തിന് 3 തരത്തിലുള്ള കോയിൻ ഇറക്കി. ഒന്ന് ഒരു നിക്കല്, $1 15 ഗ്രാംസ് കോപ്പർ നിക്കൽ. പിന്നെ $10 ഒരു 15 ഗ്രാമിന്റെ സിൽവർ. പിന്നെ ഒരു $100 ഒരു 8 ഗ്രാമുള്ള ഗോൾഡ്. ഇത് 3 വെറൈറ്റി അവർ ഇറക്കി. നമ്മള് ഇന്ത്യ ഇറക്കിയിട്ടുണ്ടാവോ? ഇല്ലെന്ന് തോന്നുന്നു. 97 ഇല്ല.
അതാണ് പിന്നീട് വന്ന ഒരു ഇഷ്യൂ എബ്രോഡ്, ലൈബീരിയ. പിന്നെ വന്നത് മാൾട്ടയാണ്. 2000 മാൻ ഓഫ് ദ മില്ലേനിയം എന്ന് പറഞ്ഞ് 1 ounce ഒരു ട്രോയ് ഔൺസിൽ ഒരു ഗോൾഡ് മീൻസ് തങ്കത്തിൽ ഒരു കോയിൻ ഇറക്കി 5000 ലീറാസിന്റെ. അപ്പൊ 2000 വരെ ഉള്ളത് അത്ര ഇറങ്ങിയിട്ടുള്ളൂ വിദേശത്ത്. അതിന് ശേഷമാണ് പല കൺട്രീസും ഇത് എന്താ പറയാ പല സിറ്റുവേഷൻസിൽ പല ഇൻസിഡൻസ് വെച്ചിട്ട് കോയിൻസ് എബ്രോഡ് ഇറക്കിയത്. ലൈബീരിയ വീണ്ടും 2001 ഒരു $25 വെറും 0.73 ഗ്രാമുള്ള ഒരു ഗോൾഡ് ഇറക്കിയായിരുന്നു 2001. അതോടൊപ്പം തന്നെ $10 ഒരു കോപ്പർ നിക്കലും ഇറക്കിയിരുന്നു. അത് കളറാണ്, കളർ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, മിക്കവാറും അറിയായിരിക്കും, ഗാന്ധി ഇതിനിടയ്ക്ക് ഒരിക്കൽ മൗറീഷ്യസ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ മൗറീഷ്യസ് വിസിറ്റ് ചെയ്തതിന്റെ 100ാം വാർഷികം എത്തിയപ്പോ മൗറീഷ്യസ് എന്ന് പറഞ്ഞ രാജ്യം 2001 ഒരു 100 രൂപയുടെ, അവരുടെ ഡിനോമിനേഷൻ രൂപയാണല്ലോ, ഒരു സിൽവർ കോയിൻ ഏകദേശം 38 ഗ്രാമുള്ള ഒരു സിൽവർ കോയിൻ അവരിറക്കി. അവരൊറ്റ കോയിൻ ഇറക്കിയിട്ടുള്ളൂ. ഇതാണ് 2001 സംഭവിച്ചത്. പിന്നെ എത്യോപ്യ എന്ന് പറഞ്ഞൊരു കൺട്രി ഇറക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. സാധനം എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ 2002. പക്ഷെ അതിനെ കാറ്റലോഗിൽ നെറ്റിൽ നോക്കിയാൽ കാണാം, പക്ഷെ കാറ്റലോഗിൽ ഞാനത് കണ്ടെത്തിയിട്ടില്ല. ഇനി അത് ലിസ്റ്റ് ചെയ്യാനുണ്ടോന്ന് എനിക്കറിയില്ല. അത് 1 ounce-ൻ്റെയാണ്, സിൽവറാണ്. ഞാൻ ജസ്റ്റ് ഇറക്കിയ കൊല്ലവും കൺട്രിയും പിന്നെ അതിന് വല്ല ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഗാന്ധിജീനെ നിങ്ങൾക്ക് അറിയാം, കേട്ട് പരിചയം, വായിച്ചു പരിചയം എല്ലാം ഉണ്ടാവും. പക്ഷെ ഇറങ്ങിയിരിക്കുന്ന എബ്രോഡ് ഇറങ്ങിയിരിക്കുന്ന കോയിൻസിനാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ, എനിക്ക് അറിയുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞുതരാം. പിന്നെ വീണ്ടും ലൈബീരിയ 2002 ഒരു $10 ഒരു സിൽവർ ഇറക്കിയായിരുന്നു, ഒരു 15 ഗ്രാം ഉള്ളത്. അതിന് റീസൺ കിട്ടിയിട്ടില്ല, എന്തിനു വേണ്ടി ഇറക്കി എന്നുള്ളതില്ല. അത് പലതിനും കിട്ടാറില്ല, ചിലതിനൊക്കെ കിട്ടിയിട്ടുണ്ട്. 2003 ഒരു 10 സിസിഫോന്റെ ഒരു കോയിൻ ഗോൾഡ് സമോവ ഇറക്കിയിട്ടുണ്ട്. അധികം തൂക്കല്ല, 1 ഗ്രാമോളം വരുള്ളൂ. പിന്നെ 2003 അത് ഇതേപോലെ മാൾട്ട ഇറക്കിയതാണ്. ഒരു 500 ലീരയുടെ ഒരു 1 ounce ആണ് സിൽവർ. ട്രൂത്ത് ഈസ് ഗോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കോയിൻ ഇറക്കിയത്. അത് മിക്കവാറും അവരുടെ കോയിൻ ഒക്കെ കാണാതെ. പിന്നെ ഇറക്കിയത് 2004 ഹിസ്റ്ററി ഓഫ് ഏഷ്യ എന്നും പറഞ്ഞിട്ട് കുക്ക് ഐലൻഡ്സ് ഇറക്കിയിട്ടുണ്ട്, $1. അതും 1 ounce-ന്റെ തന്നെ ഒരു സിൽവറാണ്. വീണ്ടും മാൾട്ട ട്രൂത്ത് ഓഫ് ഗോഡ് എന്നും പറഞ്ഞ് 1 ounce-ന്റെ ഒരെണ്ണം കൂടെ ഇറക്കിയിട്ടുണ്ട് 2004. പിന്നെ വേറൊരു പുതിയ കൺട്രി വന്നത് ബെനിൻ ആണ്. ബെനിൻ 2005. അത് 500 ഫ്രാങ്ക്സിൻ്റെയാണ്, 1 ounce-ന്നെ വരുന്നത്. അതിപ്പോൾ ഇവിടെ നിങ്ങളുടെ കയ്യിലുണ്ടോയെന്ന് അറിയില്ല. അത് അന്വേഷിച്ച് പലരും വരാറുണ്ട്, കാരണം കിട്ടാനില്ലാത്തൊരു റയർ സാധനമായിട്ട് വന്നിട്ടുണ്ട്. അത് അത്യാവശ്യം വിലയും കയറിയിട്ടുണ്ട്. ഈ മോളി പറഞ്ഞതിലും പലതിലും നല്ല വില കയറിയിട്ടുണ്ട് കേട്ടോ, മീൻസ് മാർക്കറ്റ് പ്രൈസ്. പിന്നെ വന്നത് 2005 അഗെയിൻ അതേ വർഷം ബെനിൻ ഇറക്കിയ അതേ കൊല്ലം മാൾട്ട ഇറക്കിയിട്ടുണ്ട്. അത് പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, 1 kg സിൽവറിൻ്റെ ഒരു കോയിൻ. അത് 2005 ഇറക്കിയ 5000 ലീറാസിൽ. പിന്നെ വന്നത് നമ്മളെ ഗാന്ധിജി കുറെ കാലം ജീവിച്ച രാജ്യത്തെ ഒരു ഇഷ്യൂ ആണ്, സൗത്ത് ആഫ്രിക്ക. ആക്ച്വലി അവർ 3 ടൈപ്പാണ് ഇറക്കിയത്. ഒന്ന് സിൽവർ, 2 ടൈപ്പ് ഗോൾഡ്. അത് ശരിക്കും പറഞ്ഞ് 3 ടൈപ്പ് ഉണ്ട്. അതെന്താന്ന് ഞാൻ പറയാം. സിൽവർ 1 റാൻഡിൻ്റെ ആണ്, അത് ഏകദേശം 15 ഗ്രാംസിന് താഴെ വരുള്ളൂ.
ഗോൾഡിൽ പിന്നെ ഇറക്കിയത് 5 റാൻഡാണ്. അത് 3.11 ഗ്രാമേ ഉള്ളൂ, ചെറിയ കോയിനാണ്, ഗോൾഡാണ് അത്. പിന്നെ ഇറക്കിയത് 25 റാൻഡാണ്, അത് 1 ഔൺസ് ആണ്. അത് 999 തന്നെ അവർ ഇറക്കിയിരിക്കുന്നത്. അതിൽ തന്നെ 2 ടൈപ്പ് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് 25 റാൻഡ് 1 ഔൺസിന്റെ കോയിനിൽ വളരെ, ഞാൻ ഒരെണ്ണത്തിമേ കണ്ടിട്ടുള്ളൂ, എനിക്കറിയില്ല, സത്യാഗ്രഹം ഉള്ളിൽ എഴുതിയേക്കണ ഒരു കോയിൻ കിട്ടിയിട്ടുണ്ട്, ഗോൾഡ് തന്നെ. അത് മറ്റു കോയിൻസിൽ എൻ്റെ കയ്യിൽ വേറെ 2 പീസ് ഉണ്ട്, അതൊന്നും ഇല്ല. അപ്പൊ ഞാനത് അന്വേഷിച്ചപ്പോൾ കേട്ടത് അത് VIP-കൾക്കുള്ള സെറ്റിലാണ് ഉണ്ടായിരുന്നതെന്നാണ് കേൾക്കണേ. ഐ ഡോണ്ട് നോ. പക്ഷെ അതുമ്പോൾ അത് ക്ലിയർ ആണ്, ബാക്കി ഒന്നും അത് ഇല്ലതാണ്. അങ്ങനെ അപ്പം 4 ടൈപ്പ് അവർ, ശരിക്കും പറഞ്ഞ 3 ഉള്ളൂ, സിൽവറും 2 ടൈപ്പ് ഗോൾഡും. അതിൽ ഈ 1 ഔൺസിൻ്റെയിലാണ് ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 കണ്ടെത്തിയത്. ദാറ്റ് വാസ് ഇൻ 2008, 2008-ലെയാണത്. ഇതാണ് പറഞ്ഞ് അവർക്ക് പണ്ട് ഇറക്കണമെന്നുണ്ടായിരുന്നു പീറ്റർ മെറിറ്റ്സ്ബർഗിന്റെ സമയത്ത്, പക്ഷെ അന്നത്തെ കോൺഗ്രസ് അതിന് അനുകൂലമല്ലായിരുന്നു. പിന്നീട് അവർക്ക് പറ്റിയ ഗവൺമെന്റ് വന്നപ്പോൾ സംഗതി പുറത്തു ചാടി. അത് പേപ്പർ ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടെ. പിന്നെ 2010 എത്തിയപ്പോൾ നൗറു എന്ന് പറഞ്ഞ കൺട്രി ഇറക്കി. അത് $5, അത് ഗോൾഡാണ്, പക്ഷെ ചെറിയ കോയിനാണ്, 1 ഗ്രാം ഉണ്ടാവുള്ളൂ. പിന്നെ ഇറക്കിയത് ഒരു അൻഡോറ. അത് സംഗതി കോയിൻ കയ്യിലുണ്ടെങ്കിലും ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. അൻഡോറ അങ്ങനെ ഒരു സാധനം ഇറക്കിയിട്ടുണ്ടോയെന്ന് എനിക്ക് കൺഫേം ചെയ്യാൻ പറ്റിയിട്ടില്ല. സാധനം കയ്യിലുണ്ട്. 2011-ലാണ് ഒരു 1 ഔൺസിൻ്റെ ഒരു സിൽവറാണ് ഇറക്കിയിരിക്കുന്നത്. ഇനി ഒരു പക്ഷെ പിന്നീട് കാറ്റലോഗിൽ ലിസ്റ്റ് ചെയ്ത് വരികയാണെങ്കിൽ ചിലപ്പോൾ ശരിയായിരിക്കും. പിന്നെ സീഷെൽസ് അവർ 2013 ഇറക്കി. അത് ഇതുപോലെ തന്നെ 1/2 ഗ്രാമുള്ളൂ, 0.5 ഗ്രാം കിടക്കണേ. 25 റുപ്പീസ്, അവിടെ റുപ്പീസാണല്ലോ ഡിനോമിനേഷൻ. അത് 2013. പിന്നെ ഒരു രാജ്യം ഇറക്കിയത് ഗാംബിയ. അത് പീസ് ഫോർ ദ വേൾഡ് എന്ന് പറഞ്ഞാണ് അവർ ഇറക്കിയിരിക്കണേ. പീസ് ഫോർ ദ വേൾഡ്. അത് $200 എന്നാണ് ഞാൻ അതിൽ എഴുതി കണ്ടത്, സ്പെല്ലിങ്. അത് ഗോൾഡാണ്, ചെറിയ കോയിനാണ്, ഏകദേശം 1 ഗ്രാമൊക്കെ ഉണ്ടാവുള്ളൂ. ബട്ട് അതിനുശേഷം അതേ കൊല്ലം മൈക്രോനേഷ്യ ഇറക്കിയിട്ടുണ്ട്, ന്യൂ ഐലൻഡ് ഇറക്കിയിട്ടുണ്ട്. മൈക്രോനേഷ്യ ഇറക്കിയത് ഒരു $10 28 ഗ്രാമുള്ള സിൽവറാണ്, സോറി കോപ്പർ നിക്കലാണ്. ന്യൂ ഇറക്കിയത് 5 വെറൈറ്റിയാണ്. കളർ നല്ല കളർഫുൾ സംഭവങ്ങളാണ്, നല്ല ഇഷ്യമാണ്, കാണാനൊക്കെ നല്ല ഭംഗിയാണ്. അത് ഞാൻ മോളിൽ പറഞ്ഞ കോയിൻസ് കാണാൻ ഭംഗി കുറവൊന്നുമില്ല. ഇത് കളറായതുകൊണ്ട് ഞാൻ ഭംഗിയുണ്ടെന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ. 5 വെറൈറ്റീസ് ഉണ്ട്. അതൊക്കെ $1 1 ഔൺസിൻ്റെയാണ് എല്ലാം. പിന്നെ അഗൈൻ മാൾട്ട വീണ്ടും വരുന്നുണ്ട് 2016. 5000 ലീറയുടെ അക്രിലിക്കിന്റെ കോയിൻ ഇറക്കിയിട്ടുണ്ട്. അത് 1 കിലോ ഉണ്ട്, കാണാൻ കൊള്ളാം. അക്രിലിക്കാണ് അതിന്റെ സ്റ്റഫ്. നന്നായി പാക്കിങ്ങും കൊള്ളാം, കാരണം അതൊന്നും പുറല് വീഴാത്ത ടൈപ്പ് സാധനങ്ങൾ കൊണ്ടാണ് പാക്കിങ്. അപ്പൊ അതൊരു പുതിയ മെറ്റലായിരുന്നു, അക്രിലിക്കിൽ ആരും ഇറക്കിയിട്ടില്ല എന്നാണ് ഗാന്ധിജിയെ പറ്റി. പിന്നെ ഇറക്കിയത് 2018 സെനഗൽ. അത് ഗോൾഡാണ്, വലിയ കോയിനല്ല, 1 ഗ്രാമോളം വരുള്ളൂ, 250 ഫ്രാങ്സിന്റെ. അതേ വർഷം ന്യൂ ഐലൻഡ് ഒരെണ്ണം കൂടി ഇറക്കി സിൽവറിൽ. ആ കോയിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഫ്ലാഗിന്റെ ഷേപ്പാണ്, സ്ക്വയർ ടൈപ്പാണ്. ഫ്ലാഗ് ഇങ്ങനെ വേവ് ചെയ്യുന്ന പോലെയാണ് ഇത് ഇറക്കിയിരിക്കുന്നത്, ഇന്ത്യൻ പതാക വെച്ചിട്ട്. ഒരു സൈഡിൽ ന്യൂ ആണെങ്കിൽ മറ്റേ സൈഡിൽ ക്വീൻ ഓഫ് ഇംഗ്ലണ്ട്. അതൊരു വെറൈറ്റി കോയിനാണ് അത്. അതാണ് 2018. പിന്നെ 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഒരു വിദേശ രാജ്യം ഇറക്കിയത്. അത് ഇറക്കാൻ കാരണം നമ്മളുടെ ഗാന്ധിജിയുടെ 150th ആനിവേഴ്സറി
ബർത്ത് ആനിവേഴ്സറി വന്നപ്പോൾ മംഗോളിയ 2 കോയിൻ ഇറക്കി. ഒന്ന് സിൽവർ, ഒന്ന് ഗോൾഡ്. സിൽവർ 1 ounce ആണ്, പക്ഷേ ഗോൾഡ് 0.5 gram ആണ്. പക്ഷെ 0.5 gram ആണെങ്കിലും അത് കണ്ടു കഴിഞ്ഞാൽ അവരതിൻ്റെ ആ തൂക്കത്തിൻ്റെ അനുസരിച്ചല്ല, നല്ല ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്ക് തോന്നില്ല ഇത് 1/2 gram 1 gram ഒന്നും തോന്നില്ല, അതുപോലെ ചെയ്തു വെച്ചിരിക്കുന്നത്. നല്ല ഫിനിഷിംഗ് ആണ് മംഗോളിയയുടെ. ഏറ്റവും അവസാനം 1970 തുടങ്ങിയിട്ട് 2021 ലാസ്റ്റ് കോയിൻ ഇറങ്ങിയത്. അത് നമ്മുടെ ഗാന്ധിജിയുടെ ഏറ്റവും വലിയ ശത്രു ആയിരുന്ന, ടെൻസ് തെറ്റണ്ടെങ്കിൽ പറയാ, ബ്രിട്ടൻ തന്നെ ഇറങ്ങി. അത് നിങ്ങൾക്കറിയാലോ. 3 ടൈപ്പ് ഇറക്കിയവര്. 5 പൗണ്ടിന്റെ 28.28 ഗ്രാമുള്ള കോപ്പർ നിക്കൽ ഇറക്കി. അത് 5 പൗണ്ടാ. പക്ഷെ അവര് സിൽവർ ഇറക്കിയപ്പോ 2 പൗണ്ടിന്റെ ഇറക്കിയ, പക്ഷെ അത് 1 ounce. കോപ്പർ നിക്കല് 5 പൗണ്ടിന്റെ 28.28 ഗ്രാമാണ്. പക്ഷെ 2 പൗണ്ടിന്റെ ഇറക്കിയത് സിൽവറിലാണ്, പക്ഷെ അത് 1 ounce. അത് 2 പൗണ്ടേ ഉള്ളൂ, മറ്റേത് 5 പൗണ്ടാണ്. പിന്നെ ഇറക്കിയത് 100 പൗണ്ടിന്റെ. 100 പൗണ്ടിന്റെ 1 ounce ആണ്. അത് വളരെ ലിമിറ്റഡ് നമ്പർ അടിച്ചിട്ടുള്ളൂ. 3 വളരെ ലിമിറ്റഡാ. കോപ്പർ അത്യാവശ്യം ഇറക്കിയിട്ടുണ്ട്, സിൽവർ കുറച്ച് കുറവാ, ഗോൾഡ് വളരെ കുറവാ. അക്കോർഡിംഗ് ടു ദ കാറ്റലോഗ് ദർ ആർ ഓൺലി 188 എന്നാണ് എൻ്റെ അറിവ്. 200 താഴെ ഉള്ളൂ അതിൻ്റെ നമ്പേഴ്സ്. ഇതുവരെയാണ് ഈ 1970 തുടങ്ങി 2021 വരെ ഗാന്ധിജിയെ പറ്റി വിവിധ രാജ്യങ്ങൾ ഇറക്കിയത്, കോയിൻസ് ഇറക്കിയിരിക്കുന്നത്. അതിൽ പെടാത്ത 2-3 മെഡാലിയൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന് സൗത്ത് ആഫ്രിക്ക, ഒന്ന് യുനെസ്കോ. ഇതിൻ്റെ കൂട്ടത്തിൽ ജർമ്മനി ഇറക്കിയിട്ടുണ്ട് 1969. അത്യാവശ്യം 1 ounce വെച്ച് തൂക്കമുള്ള സിൽവറും ഗോൾഡിലും അവർ ഒരു സൈഡിൽ അശോകസ്തംഭവും മറ്റേ സൈഡിൽ ഗാന്ധിജിയുടെ മുഖമായിട്ട്. ഗാന്ധിജിയുടെ ഫേസ് ഇല്ലാത്ത ഒരേ ഒരു കോയിനുള്ളൂ ഇറക്കിയിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് അറിയാം. ബിക്കോസ് ബ്രിട്ടൻ അവർക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ പോലെയുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അവസ്ഥയല്ല. അവർക്ക് കൺവെൻഷൻസ് ആണ് പ്രധാനപ്പെട്ടത്. അപ്പൊ ആ കൺവെൻഷനെ ബേസ് ചെയ്യുമ്പോൾ ആ കൺവെൻഷൻസ് ഇറ്റ്സ് ഓൾമോസ്റ്റ് ഈക്വൽ ടു റൂൾ. അങ്ങനെയാണ് അവരത് കൊണ്ടുപോണത്. അപ്പോൾ ഒരു അൺറിട്ടൺ റൂൾ എന്ന് പറയാം. അത് വെച്ചിട്ട് അവിടെ ഏത് സ്റ്റാമ്പ് അടിക്കുകയാണെങ്കിലും രാജ്ഞിയുടെ ഫേസ് സൈഡ് വൈസ് ആയിരിക്കണേ സ്റ്റാമ്പുമൊക്കെ. അതിപ്പോൾ കോയിൻ മേലും ചിലപ്പോൾ ഫേസ് ഡയറക്റ്റ് ഫേസ് ഉള്ളതും ഉണ്ടാവും. അപ്പൊ സ്റ്റാമ്പുമ്മ അങ്ങനെ അടിക്കുന്നത് കൊണ്ട് വേറൊരു പേഴ്സണാലിറ്റി ആ ഫേസിലേക്ക് നോക്കി അടിക്കാൻ പാടില്ലെന്ന് അൺറിട്ടൺ റൂൾ ഉണ്ട് അവിടെ. അത് വെച്ച് നോക്കുമ്പോൾ 1969 ഗാന്ധിജിയുടെ സ്റ്റാമ്പ് അവിടെ ഇറക്കിയവര് ഒരെണ്ണം അത് ഇറക്കിയപ്പോൾ രാജ്ഞി തന്നെ ഓർഡർ കൊടുത്തു, ഫേസ് ടു ഫേസ് അടിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ സ്റ്റാമ്പ് അടിച്ചത് ഫേസ് ടു ഫേസാണ്. പക്ഷെ അതേ രാജ്യം തന്നെ കോയിൻ ഇറക്കിയപ്പോൾ 2021 ഫേസ് കോയിനില്ല, ഗാന്ധിജിയുടെ ഫേസ് ഇല്ല. ഒരു താമരയാണ് അതിന് പകരം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത്. അതായത് ഇന്ത്യൻ പുഷ്പത്തിനെയാണ് അവിടെ റെപ്രസെന്റ് ചെയ്തിട്ടിരിക്കുന്നത്. ഇനി അവരതിനെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം എന്തുകൊണ്ടാണെന്നുള്ളത്. അതില് ചുറ്റും വാചകം എഴുതി വെച്ചിട്ടുണ്ട്, ആളുടെ പേരുണ്ട്. മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്നുള്ള സെന്റൻസ് ചുറ്റും എല്ലാത്തിലും എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ തൊട്ടപ്പുറം മഹാത്മാഗാന്ധി എന്ന് എഴുതിയിട്ടുണ്ട്. ഇതാണ് മഹാത്മാഗാന്ധിയുടെ പേരിൽ ഇറങ്ങിയെന്നുള്ളതിന് പ്രൂഫ്. അത് അല്ലാണ്ട് ആളുടെ ചിത്രം കാണില്ല. അത് അവരുടെ റൂൾ അങ്ങനെയായിരിക്കും. കാരണം രാജ്ഞിക്ക് തുല്യം അല്ലെങ്കിൽ രാജാവിന് തുല്യം വേറെ ആരും പാടില്ല എന്നുള്ള വകുപ്പ്. അവിടത്തുകാരനല്ലേ? അതുണ്ടാവും. ഇത് വിദേശിയല്ലേ? അതും പുള്ളി ഹാഫ് നേക്കഡ് ഫക്കീറാണ്. അപ്പോൾ ഒരിക്കലും ഉണ്ടാവില്ല. പിന്നീടുണ്ടായെങ്കിലുള്ളൂ.
അതെ, അതുണ്ട് ഒരെണ്ണത്തില്. എല്ലാത്തിലും ഉണ്ട് ആള്, എല്ലാത്തിലും ഗാന്ധിയുടെ ഫേസ് ഉണ്ട്. പക്ഷെ ശരിക്കും അവരുടെ വലുതായിട്ടുള്ള ഒരു ഫിഗർ ഒരെണ്ണത്തിലേ ഉള്ളൂ. അത് ഒരു സൈഡിൽ ഗാന്ധിയാണ്, പക്ഷെ അത് യു കെ അല്ലല്ലോ, യു കെയുടെ കീഴിലാണല്ലോ വരുന്നത്. അപ്പോൾ കുഴപ്പമില്ല. അപ്പൊ അത് വെച്ച് ഞാൻ ശ്രദ്ധിച്ചപ്പോ ഇപ്പൊ നമ്മൾ പറയാറില്ലേ, ഇപ്പൊ സ്റ്റാമ്പ് അല്ലെങ്കിൽ കോയിൻ അല്ലെങ്കിൽ കറൻസി, ഇത് മൂന്നും ഒഫീഷ്യൽ ഇഷ്യൂസ് ആണ് ഓരോ ഗവൺമെന്റിന്റെ. അതില് ഏറ്റവും കൂടുതൽ ഇറങ്ങാൻ സാധ്യതയുള്ള സ്റ്റാമ്പിന്റെ മുകളിലെ ചിത്രങ്ങളാണ്. എൻ്റെ ഒരു എന്താ പറയാ, ഒരു പഠനം എന്ന് പറയാൻ പറ്റില്ല, ഏകദേശം ഞാൻ ഊഹിക്കുന്നത് മുഴുവൻ ചിത്രങ്ങൾ സ്റ്റാമ്പിൽ ധാരാളം വരും. ഒരു വ്യക്തിയുടെയോ ഒരു സ്ഥലത്തിൻ്റെയോ ഒരു സംഭവത്തിൻ്റെയോ ഒരു സാധനത്തിൻ്റെയോ വരും. ബട്ട് കോയിനിൽ വരുമ്പോൾ അത് വളരെ ലിമിറ്റഡ് ആയിട്ട് വരും, വളരെ ലിമിറ്റഡ് ആയിട്ട് വരും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത്. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ എത്ര പേര് കോയിൻ ഓണേഡ് ആയിട്ടുണ്ട്, എത്ര പേരുണ്ട്? അതേപോലെ രാജ്യത്തും അത് ഓരോ രാജ്യത്തും അങ്ങനെ തന്നെയാണ്. അപ്പൊ കറൻസി ആയാലോ ഒരു രക്ഷയില്ല. ഇപ്പൊ കറൻസി എങ്ങും ഇറങ്ങിയിട്ടില്ല ലോകത്ത്. ഒരു രാജ്യത്തും സർക്കുലേഷനിലുള്ള ഗാന്ധി കോയിൻ ഇല്ല, ഒരു രാജ്യത്തും ഇല്ല. ഒക്കെ കൊമമറേറ്റീവ് കോയിൻസ് ഇറങ്ങിയിരിക്കുന്നത്. അത് നല്ല നല്ല മെറ്റലില് അത്യാവശ്യം തൂക്കത്തിലൊക്കെ ഇറക്കിയിരിക്കുന്നത്. ഇപ്പൊ ഈ ലാസ്റ്റ് ഇറങ്ങിയ ഒരു 100 പൗണ്ടിന്റെ അത് 31.21 ഗ്രാംസ് ആണ്. അപ്പോൾ ഒരു ട്രോയ് ഔൺസിനേലും കൂടുതലാണ്. അപ്പോൾ അതിപ്പോൾ അതിൻ്റെ മെറ്റൽ വാല്യൂ തന്നെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാമല്ലോ, എക്സ്പെൻസീവ് ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ റയർ ആയിട്ടുള്ള കുറേ കോയിൻസ് ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ സത്യാഗ്രഹ, അത് ആരും പറഞ്ഞു കേട്ടിട്ടില്ല ഒന്ന്. അതിൽ പിന്നെ അജ്മൽ, ഡെഡ് കൺട്രി, അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഗാംബിയ, ബെനിൻ, ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. ഇക്വറ്റോറിയൽ ഗുണിയാസ്, ഗോൾഡ് കിട്ടാൻ സ്വല്പം ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ കുറെ കോയിൻസ് ബുദ്ധിമുട്ടുണ്ട് കിട്ടാൻ. ബാക്കി അത്ര കോമൺ ആയിട്ടല്ല, എന്നാലും കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഗാന്ധിജിയെ പറ്റി വിദേശത്ത് ഇറങ്ങിയിരിക്കുന്ന കോയിൻസ് 1970 to 2021. പിന്നെ ഇന്ത്യ അതിനിടയ്ക്കൊക്കെ നമുക്ക് ഓരോ സിറ്റുവേഷൻസിൽ ഇറക്കിയത്. ഏറ്റവും ലാസ്റ്റ് ഇറക്കിയത് 2019 ആദ്യം ഇറക്കിയത് 69 2019 ആളുടെ 150th ആനിവേഴ്സറിക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ അതിന് ശേഷം ഒരെണ്ണം കൂടെ ഇറക്കിയിട്ടുണ്ട്, രാജ്യസഭയുടെ 250th സെഷൻ വേണ്ടിയിട്ട് ഒരെണ്ണം ഇറക്കിയിട്ടുണ്ട്. അതിനുശേഷം ഒന്നും ഇറങ്ങിയിട്ടില്ല. അപ്പൊ ഇതാണ് ടോട്ടൽ പിക്ചർ അബൌട്ട് ഗാന്ധിയൻ കോയിൻസ് അബ്രോഡ്.